ചെറിയ രീതിയിൽ നമ്മൾ വീട് അങ്ങോട്ട് മാറുകയാണ്. ഇനി അത് മാത്രമല്ല, റീ സബ്മിഷന്റെ കാര്യങ്ങളും തകൃതിയായി നടക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിലെ കിളിയും കിളിക്കൂടും മൊത്തത്തിൽ പറന്നുപോയ ഒരവസ്ഥയിലാക്കുന്നത്. കറക്ഷന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ കാണാൻ സീനിയേഴ്സ് ആയിട്ടുള്ളവരോട് അഡ്വൈസ് ചോദിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും പറയാം. എന്നാ പിന്നെ ഒന്ന് റിഫ്രഷ് ആയാലോ, ഒന്ന് തേക്കടി വരെ പോവാം. പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു യാത്ര എത്രത്തോളം ടയേർഡ് ആണെന്നുള്ളത് എന്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ ശനിയാഴ്ച രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി എടുത്തിറങ്ങി. കറക്റ്റ് 1 മണിയായതും ഞങ്ങൾ തേക്കടി. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഞാനും അമ്മയും ഇച്ചായനും മാത്രമേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നിറങ്ങി കുമളിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഓക്കെ ആയി. രാത്രി 1 മണി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്ലാനൊന്നുമില്ല. കിടന്നുറങ്ങിയിട്ട് രാവിലെയാണ് നമ്മുടെ ബാക്കി പ്ലാനും പരിപാടികളൊക്കെ. എന്താണ് അതിന്റെ പുറകിൽ ഒരു 50ഓളം കാട്ടുപോത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അയ്യോ, നമ്മളൊക്കെ ഒത്തിരി വിൽക്കുവോ? ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ വന്ന് റൂം എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ജനാല തുറക്കുന്നതും അത്യാവശ്യം കുറച്ച് മൃഗങ്ങളൊക്കെ കാണണം എന്നുള്ളതാണ് എന്റെ അതിലങ്ങ് കാട്ടിൽ പോയി കിടക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു അങ്ങേരുടെ മറുപടി. എന്നാലും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി വാ പോത്തെ 2 കാട്ടുപോത്തിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് അങ്ങേര് എന്നെ വിളിച്ചോണ്ട് പോയത്. പൊതുവെ തള്ളാറുള്ള എന്റെ ഹസ്ബൻഡ് പറയുന്നത് കേട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് പറയുന്നത് പുളുവായിരിക്കും എന്നാണ്. പക്ഷെ അല്ലടോ, ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ അടുത്തായിട്ടാണ് ലോഡ്ജുകളൊക്കെ വരുന്നത്. അതിലൊരു റൂമാണ് നമ്മൾ എടുത്തത്. ആ ടോർച്ചിന്റെ വെട്ടത്തിൽ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയാം. എന്നാലും അതൊരു കാട്ടുപോത്താണ്. ഇത് ഞാനാണേ